ഈ കാണുന്ന റോഡ് കല്യാണിൽ നിന്ന് ജുന്നാർക്ക് പോകുന്ന ഹൈവേ ആണ്. ഇവിടുന്ന് ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മൾ കാല് വാട്ടർഫോൾസിലേക്ക് എത്തുക. ആ കാണുന്ന പച്ച എൻട്രൻസില്ലേ, അതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഗൂഗിൾ മാപ്പിൽ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ സുഖമായിട്ട് കിട്ടും. അവിടെ ഇപ്പോൾ കോടയും കാര്യങ്ങളുണ്ട്. ആ കാണുന്നതാണ് കാല് വാട്ടർഫോൾസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പാരഡൈസ് വാട്ടർഫോൾസ്. ഇവിടേക്ക് പോകുന്ന വഴികളൊക്കെ ഇതുപോലെയാണ്. ചെറിയ ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്യണം, പിന്നെ ചെറിയ ചെറിയ മലകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ എത്തുക. അത് ഡിഫറൻസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരാം. ഇതൊരു ചെറിയൊരു പുഴയാണ്. പുഴ എന്ന് പറയാനില്ല, ചെറിയൊരു അരുവി. അത് നമുക്ക് ക്രോസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്യണത് ഇതായിരിക്കും, പിന്നെ ശേഷമാണ് ഇനി ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ വരാം. ഏകദേശം ഇതിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടി എത്തുന്നതാണ്. ആ അരുവി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ഇതുപോലെ ഒരു വഴി കാണാം, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി കാണാം. ആ ലെഫ്റ്റ് സൈഡിലുള്ള വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. വഴി തെറ്റാണ്ട് നമ്മൾ ശ്രമിക്കുക. യാത്രയുടെ ഭാഗം പിന്നിടുമ്പോൾ തന്നെ നമുക്ക് ഈ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും. പിന്നെ അങ്ങോട്ടുള്ള വഴി മൊത്തം ഈ വാട്ടർഫോൾസ് നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നടന്ന് ഇതേപോലെയുള്ളൊരു റിവറിൻ്റെ അവിടെ എത്തും. ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ മഴക്കാലമാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള റോപ്പിൽ നമ്മൾ അങ്ങോട്ട് കിടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുകൂടെ തന്നെ നടന്ന് അപ്പുറത്ത് കിടക്കാൻ പറ്റും. ഇതിന് ഇവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് 150 രൂപയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു സ്ലിപ്പ് തരും, അത് നമ്മൾ കയ്യിൽ വെക്കണം. അത് തിരിച്ചു വരുമ്പോൾ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് കടത്തും. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും താഴെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, മേലെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. താഴെയാണെങ്കിൽ ഈ വെള്ളത്തിലൂടെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നമ്മൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റോപ്പ് ഇട്ടിട്ട് കാണാൻ പറ്റും. അതിലൂടെയാണ് അപ്പുറത്തേക്ക് കിടക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വെള്ളമൊന്നും ടച്ച് ചെയ്യാതെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. അത് ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടത്തുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പുള്ളി കഴിഞ്ഞാൽ ഇനി ഞാനാണ് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആ പുള്ളി പോകണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കയറി, അടിപൊളിയാണ് കേട്ടോ അതിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റും. പക്ഷേ ക്യാമറ അങ്ങോട്ട് എനിക്ക് തിരിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അത് ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി. നമ്മൾ ഇപ്പുറത്ത് ലാൻഡ് ചെയ്തു. ഇനിയാണ് ട്രക്കിങ്ങിൻ്റെ ടഫസ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
കുറച്ച് തന്നെ നടന്നു കഴിയുമ്പോൾ വലിയൊരു കയറ്റം കാണാൻ പറ്റും. കയറ്റം കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ റൈറ്റ് സൈഡിലേക്കൊരു ഡീവിയേഷൻ ഉണ്ട്. പോകുന്ന പോയിന്റ് മാത്രം കണക്കൂട്ടി പോവാതിരിക്കുക. ഈ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മൾ അവിടെ എത്താൻ. അല്ലാതെ അത് തന്നെ പോയിന്റ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ മിസ്സായി പോയിരിക്കും. പിന്നെ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ വിചാരിക്കുക ഇങ്ങനെ ഒരു കുറേ പോയിന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനത്തെ പോയിൻ്റൊക്കെ നമുക്ക് മിസ്സായി എന്നുള്ളതൊക്കെ. ഇതുവരെ നമുക്ക് ഏകദേശം കയറ്റം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് ഇത്തിരി കൂടി ടഫസ്റ്റ് ആവും. പിന്നെ ഈ വെള്ളത്തിലൂടെ തന്നെ നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ കല്ലുകൾക്കൊക്കെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ ഗ്രിപ്പുള്ളതായ ചെരുപ്പുകൾ ഇട്ടിട്ട് വരാം. മാക്സിമം ഷൂടാണ് ഏറ്റവും നല്ലത്. ഇതുവരെ ശരിക്കും വഴിയുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്ന ഇതുകൂടെ തന്നെ നമുക്ക് നടക്കണം. ഇതവിടെ മുമ്പിൽ കുറേ പേര് നടക്കുന്നത് കാണാം. നമ്മുടെ ഏകദേശം ഒരു അരയുടെ മേലെ വരെ വെള്ളം എത്തുള്ളൂ. ഒഴുക്കുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് കടക്കാൻ. ഞാനത് ക്രോസ് ചെയ്തു. എനിക്ക് അവിടെ വെച്ച് ക്യാമറ എടുക്കാമെന്നൊരു കണ്ടീഷനല്ല, അത്രയും ഒഴുക്കുണ്ട് അവിടെ. വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ കൂടി കടക്കാനുണ്ട്. ആ ഒരു പോർഷനിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യണത് അവിടെ. ഫൈനലി നമ്മൾ വാട്ടർഫോൾസിൻ്റെ താഴെ എത്തി. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായി വെള്ളമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒന്നൊന്നര മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഴ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടി വരുന്നുണ്ട്. ഇത് ഞാനിവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു പൂനക്കാരനാണ്. പുള്ളിയുടെ ഒപ്പം 3 പേരുണ്ട്. ഇവരെ കൂട്ടുകാരന്മാർ ഈ വെള്ളത്തോടെ ക്രോസ് ചെയ്യാൻ പേടിയായിട്ട് അവിടെ 2 പേര് നിന്നു. അപ്പോൾ ഇവരാണ് നമുക്കൊരു കമ്പനി ആയിട്ടുണ്ടായിരുന്നത് ആ എൻ്റെ വരെ പോകാനായിട്ട്. അവനോട് ഞാൻ പേര് ഇതുവരെ ചോദിച്ചില്ല, അവൻ എന്നോടും ചോദിച്ചില്ല. 2 പേർക്കും 2 പേരെ പേരും അറിയില്ല. ആകെ കൂടി എവിടെയാണെന്നുള്ളത് അറിയാം. ഞാൻ കേരളത്തിലാണെന്നറിയാം, ആൾ പൂനെയിലാണെന്നറിയാം. അത് മാത്രമേ എനിക്ക് അവനെ അറിയുള്ളൂ, അവന് എന്നെയും അറിയുള്ളൂ. ഈ കാല് വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പാരഡൈസ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട്. ഈ 2 വാട്ടർഫോൾസിൻ്റെ വെള്ളം ഒരുമിച്ച് വന്ന് ജോയിൻ്റ് ആവണത് ഈ റോപ്പിൽ നമ്മൾ ക്രോസ് ചെയ്യില്ലേ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഒന്നായിട്ടാണ് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ മാക്സിമം ദിവസം വരാൻ ശ്രമിക്കുക. ശനി ഞായറാണെങ്കിൽ നന്നായിട്ട് ക്രൗഡ് ഉണ്ടാവും. നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റില്ല ക്രൗഡ് കാരണം കൊണ്ട്. അപ്പോൾ ദിവസം വരായിരിക്കും ഏറ്റവും നല്ലത്. അതും കാലത്ത് തന്നെ വരിക. കാലത്ത് വന്നു കഴിഞ്ഞാൽ അധികം തിരക്കുണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് എത്താൻ സാധിക്കും.